സമ്മറി ഓഫ് ബ്ലെസ്സിങ് ആൻഡ് കേഴ്സസ്. അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും സമ്മറിയാണ്, അതിൻ്റെ ചുരുക്കമാണ് ഇന്ന് പറയുന്നത്. ഈ ദിവസങ്ങളെല്ലാം ഡെലിവറൻസ് മിനിസ്ട്രിയാണ് എടുത്തത്. അതിന് 2-3 സെഷൻസൂടെ അടുത്ത സെഷൻ ഞാൻ എടുക്കുന്നതായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എടുക്കാൻ പോവാണ്. ആവർത്തന പുസ്തകം 28-1 തൊട്ട് 14 വരെയുള്ള വാക്യം നമ്മൾ അനുഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. അതെടുത്ത് പ്രാർത്ഥിച്ച് ഉരുവിട്ട് നമ്മളെയും തലമുറകളെയും അനുഗ്രഹിക്കാൻ പഠിക്കുക. 28-1-2 കുറച്ച് മാത്രമായി ഞാൻ വായിക്കാം. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. അവിടെ നിർത്താം. എന്താണ് പറയുന്നത്? മോശെ കൊണ്ട് ദൈവം പറയിപ്പിക്കുകയാണ്, നീ ഇസ്രായേൽ ജനതയെ അനുഗ്രഹിക്കാൻ പറയുമ്പം നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക്, വേറൊരാളുടെ വാക്ക് കേൾക്കണ്ട, ദൈവത്തിൻ്റെ വാക്ക്, യഹോവയുടെ വാക്ക് കേട്ട് ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുക, ഇത് ഓർഡറാണ്, ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൽ നീ ഇങ്ങനെ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നതിനാൽ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ സന്തതികളും നമ്മുടെ തലമുറകൾ നിൻ്റെ ആജ്ഞയെ അനുസരിക്കും, നിൻ്റെ വചനം കേൾക്കുകയും അത് കേട്ട് അനുസരിക്കുന്നവരുമായി അത് പ്രമാണിക്കുന്നവരും അതിൽ നടക്കുന്നവരുമാക്കി ഞങ്ങളെ ആക്കിയെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ അവരെ ഈ ഭൂമിയിൽ അനുഗ്രഹിച്ച് അവരെ ഉന്നതമാക്കുന്നു. അത് കഴിഞ്ഞ് നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. അതായത് എൻ്റെ ദൈവമേ, ഞാനും എൻ്റെ കുടുംബവും ഇത് അനുസരിക്കുന്നവരാക്കി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് പറയാം. ഇവരനുസരിച്ചോ ഇല്ലയോ എന്നല്ല, നമ്മളനുസരിച്ചോ അല്ലേ എന്നല്ല, വരാൻ പോകുന്നത് വിളിച്ചു പറയുകയാണ്, പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് നടക്കുകയാണ്. അതുകൊണ്ട് കർത്താവേ, ഇവയെല്ലാം ഞങ്ങൾ അനുസരിച്ചിട്ട് ഞങ്ങൾ ഈ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കുന്നു. അനുസരണത്തിൻ്റെ ആത്മാവ് നിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞങ്ങൾ ഇട്ടു തന്നിരിക്കുന്നു. പട്ടണത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, വയലിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഗർഭഫലവും കൃഷിഫലവും. അപ്പം നമ്മുടെ മക്കൾ അനുഗ്രഹിച്ചില്ലേ? ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലിയുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. നിന്റെ കൊട്ടയും മാവും കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കും. അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കും, പുറത്ത് വരുമ്പോൾ അനുഗ്രഹിക്കും. പിന്നെ അവസാനം 14 ഞാൻ ഇന്നു നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചുണ്ടോ, നിങ്ങൾക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 28-1 തൊട്ട് 14 വരെ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നിലും വിട്ട് അന്യദൈവത്തെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. നമുക്ക് പറയാം, കർത്താവേ, വചനത്തിൻ്റെ ആത്മാവിൽ നിൻ്റെ മക്കളെ ഒരു വഴിയും തുറന്ന് നീ അവർക്ക് വഴി തുറന്നു കൊടുക്കല്ലേ. ആരെങ്കിലും വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നിട്ട് നീ ആ വാതിലെന്നേക്കും അടയ്ക്കണമേ. വെളിപ്പാടിൻ്റെ 3:7-8 ദൈവം പറയുന്നു, ഞാനൊരു വാതിൽ, സത്യവാനും ആ ദാവീദിൻ്റെ താക്കോലുള്ളവനായി ഞാൻ പറയുന്നു, ഞാനൊരു വാതിൽ അടച്ചാൽ അത് അടച്ചു തന്നെ, ഞാൻ തുറന്നാൽ തുറന്നത് തന്നെ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കാൻ പറഞ്ഞാൽ ആരനുഗ്രഹിക്കണം? നമ്മൾ. അല്പസമയം എടുത്ത് നീണ്ട പ്രാർത്ഥന കുറച്ച് വെച്ച് അനുഗ്രഹിക്കാൻ പഠിക്കാം. ഇതൊക്കെ മാറ്റം വരണം. അനുഗ്രഹിക്കുന്നില്ല. ഒരു മലയിൽ നിന്ന് അനുഗ്രഹിക്കും, മറ്റേ മലയിൽ നിന്ന് ദുഷ്ടനെ ശപിക്കാൻ, മനുഷ്യരെ അല്ല, പിശാചിൻ്റെ തന്ത്രത്തെ ശപിക്കാൻ നമ്മൾ പഠിക്കണം. മനുഷ്യരോടല്ലല്ലോ, ജഡരക്തങ്ങളോടല്ലല്ലോ നമുക്ക്. ഇപ്പോൾ സമ്മറി ഓഫ് ബ്ലെസ്സിങ്, അനുഗ്രഹമുള്ളിടത്ത് ജയകാഹളമുണ്ട്, ഉല്ലാസമുണ്ട്. എക്സൾട്ടേഷൻ എന്ന് പറയുന്നത് ജയകാഹളമുണ്ട്, ഉല്ലാസമുണ്ട്, അവിടെ ആരോഗ്യമുണ്ട്, അവിടെ റീപ്രൊഡക്ഷൻ, അതായത് കന്നുകാലി മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ഇതെല്ലാം ഇതുപോലെ കൃഷികളെയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുക, അതായത് കൂടുതലായിട്ട് അത് അനുഗ്രഹമാക്കി ഫലം കായ്ച്ചു തരും. പ്രോസ്പെരിറ്റി, വിക്ടറി ഇൻ ഗോഡ്സ് ഫേവർ, അതായത് നമുക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള സമൃദ്ധി ദൈവം തരും. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ തലയാണ്, വാലല്ല. എത്രയോ കുടുംബങ്ങളിൽ തലയില്ല വാലുമില്ല, കുറേ പേര് അന്യന്മാർ വന്ന് തലയായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ അപ്പനെങ്കിൽ അപ്പൻ തലയായിട്ട് നിൽക്കണം, അപ്പൻ അറിയത്തില്ല മൂത്ത മകൻ തലയായിട്ട് നിൽക്കണം. ഇത് രണ്ടും അറിയത്തില്ല, ചിലപ്പോൾ സ്ത്രീകളെ ഏറ്റെടുക്കുന്ന കാണാം. എങ്ങനെങ്കിലും ആരെങ്കിലും അവിടെ തലയായിട്ട് നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു പോകും. ലോർഡ് ജീസസ് ഗീവ്സ് ആൻ അബൻഡന്റ് ഹാർട്ട് ആൻഡ് ഒബീഡിയൻറ്റ് ഹാർട്ട്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നമുക്ക് ഒബീഡിയൻസ് വരും. ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും അനുസരിക്കുന്ന പാടല്ല, അത് സ്നേഹത്തിൻ്റെ ചുമതല. നമ്മളിപ്പോൾ എത്ര പ്രയാസമുള്ള ഭർത്താക്കന്മാരോട് ഭാര്യമാരും നിന്നിട്ട് അവരനുസരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അത് ആ സ്നേഹത്തിൻ്റെ, കർത്താവിൻ്റെ സ്നേഹം അവരിൽ കൂടെ വരുന്ന കാണുമ്പോൾ എങ്ങനെ അവരെ സത്യം പറഞ്ഞ് ഞാൻ മാനിക്കുന്നു.
ഒരു ഭർത്താവ് ശരിയായിട്ട് പെരുമാറാതിരിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന കുടുംബം ബിൽഡപ്പ് ചെയ്യുന്നത് അതൊരു വലിയ സ്ത്രീയുടെ ഒരു വലിയ കഴിവാണ്. സാമർഥ്യമുള്ള സ്ത്രീ എന്ന് അവരെ വിളിക്കേണ്ടത്. ശാപമുള്ളിടത്ത് ഒന്ന് ഹ്യൂമിലിയേഷൻ, അപമാനം, മാനഹാനി, ഫെയിലിയർ ഓഫ് റീപ്രൊഡക്ഷൻ, കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, തൊടുന്ന ഒന്നിലും കന്നുകാലികൾക്ക് ഗുണമില്ല, ആടുമാടുകളൊന്നും ഉണ്ടാകത്തില്ല, മെൻ്റൽ സിക്നസ്, മാനസികമായ അസുഖങ്ങൾ, ഡിവോഴ്സ്, വിവാഹമോചനം എന്നും പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ അല്ലാതെ ശാപം തന്നെ. അഴിഞ്ഞു പോകട്ടെ. ഏലിയനേഷൻ ഓഫ് ചിൽഡ്രൻ, മക്കൾ മാറി താമസിക്കുന്നത് ശാപം തന്നെ. ശാപം അഴിഞ്ഞു പോകട്ടെ. പോവർട്ടി ആൻഡ് സിക്നസ്, ശാപം. മരണം തന്നെ. എന്നും ദാരിദ്ര്യം. എൻ്റെ പൊന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തിനാ ദാരിദ്ര്യം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഡിഫീറ്റ്, എന്നും തോൽവിയാണ്, എന്നും ഓപ്പറേഷൻ, എന്നും ഫെയിലിയർ, ഇത് ദൈവത്തിൻ്റെ ഡിസ്ഫേവർ, ഇതെല്ലാം ശാപം. അപ്പോൾ ഈ 7 ഫാക്ടേഴ്സ് ശപിക്കപ്പെട്ടവരിൽ കാണുന്നത് 7 കാര്യങ്ങൾ. ഒന്ന്, ശപിക്കപ്പെട്ടവരിലെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ. അവർക്ക് മാനസികമായിട്ട് അങ്ങ് തളർച്ചയാണ്, ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. എപ്പോഴും ആ ഭവനത്തെ അസുഖമാണ്. ആ കുടുംബത്തിൽ ഇവരുടെ ഈ കുടുംബത്തിൽ ഇതുണ്ട് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ജനറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള അമ്മമാരുണ്ടെങ്കിൽ മക്കൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അങ്ങനെ എത്രയോ കുടുംബത്തെ എനിക്കറിയാം. പിന്നെ അപ്പന് മെൻ്റൽ സിക്നസ് ഉണ്ടെങ്കിൽ അതേ പ്രായമാകുമ്പോൾ മക്കൾക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, തലമുറയായിട്ട്. ഇതൊക്കെ ശാപമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. എല്ലാവരും കുറച്ച് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ട് അവരെ ഉറക്കിയിട്ട് വെച്ച് അൽസൈമേഴ്സ് ഡിസീസ് ശാപമല്ലേ. എന്നാൽ പിന്നെ മോശയ്ക്ക് 80 വയസ്സിൽ മോശയ്ക്ക് കണ്ണിൻ്റെ കാഴ്ച, 120 വയസ്സ് വരെ മോശയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ ദൈവം പറയുന്നത് എന്തിനാണ്? റിപ്പീറ്റഡ് സിക്നസ് റൺ ഇൻ ഫാമിലി, റിപ്പീറ്റഡ് മിസ്കാരേജ്, കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, ഉണ്ടാകുന്നതെല്ലാം അബോർട്ട് ചെയ്തു പോവുക. എല്ലാ സ്ത്രീകളുടെ ഫീമെയിൽ പ്രോബ്ലംസും ശാപമാണ്. ബാരൻനെസ്, കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുന്നത് തീർത്തും ശാപമാണ്. ബ്രേക്ക് ഡൗൺ ഇൻ മാരേജ്, കുടുംബങ്ങൾ ഛിന്നമാകുക, കുഞ്ഞുങ്ങളകന്നു പോവുക, അത് വിച്ച് ക്രാഫ്റ്റ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് വളരെ പ്രധാനമാണ്. ദൈവം യോജിപ്പിച്ചതിനെ ദൈവം ഒരിക്കലും മാറ്റത്തില്ല. പക്ഷേ ദൈവം യോജിപ്പിച്ചത് നല്ലതായിട്ട് നിൽക്കുമ്പം ദുഷ്ടൻ്റെ കണ്ണുകൾ വരും. അതാണ് ഈ വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ തലമുറകളെ നശിപ്പിക്കാൻ വേണ്ടി അവർ ആടിനെ അറക്കും, കോഴി അറക്കും, അങ്ങനെ പലതും ചെയ്യും. പക്ഷെ നമുക്ക് അതുപോലെ നിന്ന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. നമ്മൾ ആത്മാവിലല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിന്ന് മാറിപ്പോയെങ്കിൽ അവിടെ ഒരു വിടവ് വരും. ആ വേലി പൊളിഞ്ഞതിൽ കൂടെ അവൻ കയറി കാണിക്കാവുന്ന സകല തന്ത്രം അവൻ കാണിച്ചു വെച്ച് പോകും. ഞങ്ങൾ ഈ നെൽകൃഷി ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു സത്യം, നമ്മൾ കുറച്ച് സ്ഥലം, ഏകദേശം ഒരു 2.5 ഏക്കർ സ്ഥലമാണ് എടുത്തത്. അവിടെ നമ്മൾ നെല്ല് കൃഷി നട്ട് കിളുത്ത് പച്ച കളറായപ്പോഴത്തേക്ക് മാനെല്ലാം വന്നതിനെ തിന്നാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ള നോക്കുന്ന ആൾ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ഒന്നും കിട്ടത്തില്ല, ഇതിന് ചുറ്റും സോളാർ ഫെൻസ് വെക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ഫെൻസ് വെച്ചു. അപ്പോൾ നമുക്ക് പിന്നെ ശല്യമില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും വിളവെടുക്കേണ്ട സമയമായപ്പം ഏതോ മൃഗം പന്നികളെ ഓടിച്ചുകൊണ്ടുവന്ന് ആ ഒരു പന്നി അതിനകത്തോട്ട് ചാടി, പേടിച്ചാടി. അതിനകത്ത് കുറേ ഹാവക്ക് കാണിച്ച് പിന്നെ അതിനെ ഇറക്കി വിട്ടു. ചത്തില്ല, ഇറക്കി വിട്ടു. അപ്പോൾ ഞാൻ പറയുന്നത്, വേലി കെട്ടിയതിനകത്ത് പോലും പിശാചിന് കയറാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വേലി ഉറപ്പിച്ചില്ല എങ്കിൽ എന്തായിരിക്കും? വേലി എല്ലാവരുടെയും പൊളിഞ്ഞു കിടക്കുന്നതെങ്കിൽ ആത്മാവ് പറയുകയാണ്, വേലികെട്ട്. കണ്ടിന്യൂയിങ് ഫിനാൻഷ്യൽ ഇൻസഫിഷ്യൻസി, പണസംബന്ധമായി എന്നും ദാരിദ്ര്യമാണ്. ഒരിക്കലും നമുക്ക് പണം തികഞ്ഞിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. ചിലർക്കുള്ളവർക്കും പോവർട്ടി സ്പിരിറ്റ് ഉണ്ട്, ഉണ്ടെങ്കിൽ അവന് ചിലവാക്കാൻ അറിഞ്ഞുകൂടാ. എന്നാൽ ചിലരില്ലാത്തവരും ഉള്ളതുപോലെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ശാപം. ഉള്ളതുപോലെ ജീവിക്കുന്നത് നല്ലത്, പക്ഷേ ഉണ്ടായിട്ട് ഇല്ലാതെ പോലെ ജീവിക്കുന്ന ശാപം തന്നെയാണ്. ആക്സിഡൻറ്റ്, എപ്പോൾ പോയാലും ആക്സിഡൻറ്റാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ആക്സിഡൻറ്റ്, ഇതൊക്കെ ശാപങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ ദൈവത്തിന് ഇത്ര ശക്തിയുള്ളൂ? ശാപം തന്നെ. ഹിസ്റ്ററി ഓഫ് സൂയിസൈഡ്, അതായത് ആത്മഹത്യ ചെയ്ത അൺനാച്ചുറൽ ഡെത്ത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പറഞ്ഞില്ല, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഇടിമിന്നലിൽ നമ്മളെ രക്ഷിക്കണമെന്ന്. അതൊന്നും ദൈവത്തിൻ്റെ അല്ല. ഈ ശാപകരമായതൊന്നും നമ്മുടെ ഭവനത്തിൽ കയറാനൊക്കത്തില്ല. ഇതൊക്കെ ശാപമാണെന്ന് ആരും ഇപ്പോഴത്ത് പറയത്തില്ല. പിന്നെ നമ്മളൊരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ശാപമോ അനുഗ്രഹമോ അവർ പറയത്തില്ല. their judgment is absolutely ഫിസിക്കൽ. അവർ ഈ ഫിസിക്കൽ തലത്തിൽ കാണുന്നു, ആത്മീയ തലത്തിൽ നമ്മൾ യാതൊരു സാമ്യവുമില്ല. അതുകൊണ്ട് നമ്മൾ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ഹൈ എക്സോൾട്ട് ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നമ്മൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ തരുമ്പോൾ അവിടെ ജയോത്സവമുണ്ട്,
ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ ഭവനത്തിലുണ്ട്. അതുകൊണ്ട് കർത്താവേ, ആ കുടുംബത്തിൽ ഹെൽത്ത് ഉണ്ട് കർത്താവേ, അവിടെ ആരോഗ്യം നീ തരുന്ന ദാനമാപ്പിച്ച. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളിടത്ത് റീപ്രൊഡക്ഷൻ ഉണ്ട്. അവിടെ ദൈവത്തിൻ്റെ മക്കളെ, കന്നുകാലികളെ, ആടുമാടുകളെ എല്ലാം ദൈവമേ അനുഗ്രഹമായിട്ട് നീ സമൃദ്ധിയായിട്ട് തരും. അങ്ങനെ തലമുറകൾക്ക് കൊടുക്കേ അവരുടെ തലമുറകളെ ദുഷ്ടൻ തൊടുകയില്ല. തിരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് സ്ഥാപിച്ചു വെക്കുന്നു. അവർക്ക് അനുഗ്രഹം നീ കൊടുക്കും. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിറപടിയായിട്ട് സമൃദ്ധിയായിട്ട് കൊടുക്കുന്ന ഒരു ദൈവം തന്നെയാണുള്ളത്. അവർക്ക് ഓരോ കാര്യങ്ങൾ എൻ്റർ ചെയ്യുമ്പം അവിടെ ദൈവത്തിൻ്റെ വിജയം ഇട്ടുകൊടുക്കും. അവരെ സമൂഹത്തിലെ തലയായി മാറും, വാലല്ല. അകത്ത് വരുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുന്ന ഒരു ഹൃദയം വെച്ചു കൊടുക്കും. താവേ, നീ ഇതൊക്കെ അനുഗ്രഹമുള്ള മക്കൾക്ക് അനുഗ്രഹമായിട്ട് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ശാപം മാറിയിരിക്കുന്നു, അനുഗ്രഹം കടന്നു വന്നിരിക്കുന്നു. ശാപം മാറിയിരിക്കുന്നു, അനുഗ്രഹം കടന്നു വന്നിരിക്കുന്നു. ശാപം മാറിയിരിക്കുന്നു, അനുഗ്രഹം കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളത് സ്വീകരിക്കുന്നു. നാഥൻ ഭവനത്തിനകത്ത് എഴുന്നള്ളിയിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെയും തലമുറകളെയും തലമുറയായിട്ട് ഇൻ ഇറ്റേണിറ്റി നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സാഷ്ടാംഗം വണങ്ങി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നവരെ പരിപാലിച്ചാട്ടെ, വേലികെട്ടിക്കാട്ടപ്പിച്ച. തലമുറകൾക്ക് അതിൽ സമാധാനവും സമൃദ്ധിയും അനുഗ്രഹവും സന്തോഷവും ഏക മനസ്സും ഇട്ടുകൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറവേറ്റാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അത്യന്തം ശക്തിയുള്ള പരിശുദ്ധാത്മാവയ്ക്ക് നിർത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും വചനം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.